ഫ്രാൻസിസ് പാപ്പായ്ക്ക് പ്രണാമമർപ്പിച്ചുകൊണ്ട് ഈ പങ്ക്തി ആരംഭിക്കട്ടെ. പാപ്പായുടെ സമഗ്ര സംഭാവനകളും ഇവിടെ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ചിന്തകളുടെ ഒരു അവലോകനമാണ് ഇവിടെ നടത്തുന്നത്. അദ്ദേഹം പുറന്തള്ളവർക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി നിലനിന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ പുറന്തള്ളപ്പെട്ടവരുടെ എന്ന് വിളിക്കാം. എക്കോണമി ഓഫ് എക്സ്ക്ലൂഷൻ, ഒരു തിരസ്കരുടെ സമ്പദ് വ്യവസ്ഥ. ഇതിൻ്റെ പ്രധാനപ്പെട്ട ആശയമെന്ന് പറയുന്നത് തന്നെ പാവപ്പെട്ടവരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമാണ്. പാവപ്പെട്ടവർക്ക് വേണ്ടി ശക്തമായ നിലപാടെടുത്താൽ, വാദിച്ചയാൾ. പാർശ്വവൽക്കരിക്കപ്പെട്ടവരിൽ അദ്ദേഹത്തിന് ഏറ്റവും വലിയ ആശങ്കയുണ്ടായിരുന്നത് കുടിയേറ്റക്കാരുടെ കാര്യത്തിലാണ്. അമേരിക്കയിലെ ഇന്നത്തെ കുടിയേറ്റ നിയമത്തെ അദ്ദേഹം ശക്തമായി എതിർക്കുന്നുണ്ട്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ അദ്ദേഹം അത് തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. സ്ത്രീകളുടെ കാര്യത്തിൽ പ്രസംഗവും പ്രവൃത്തിയും അദ്ദേഹത്തിന് ഒരുപോലെ തന്നെയാണ്. ഒരു കർദിനാൾ വത്തിക്കാൻ ഗവർണർ സ്ഥാനം ഒഴിഞ്ഞപ്പോൾ പകരം നിയമിച്ചതൊരു സ്ത്രീയെയാണ്, ഒരു സിസ്റ്ററിനെ. വിപ്ലവകരമായ തീരുമാനമായിരുന്നു. സഭ മാറുന്നതിൻ്റെ സൂചനകൾ. ഇതാണ് ആദ്യത്തെ ആശയത്തിൽ ഊന്നി നമുക്ക് കാണാൻ കഴിയുന്ന ചില ചിന്തകൾ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ആശയം പണക്കാരനും അമിത ഉപഭോഗം ചെയ്യുന്നവനുമാണ്. ഇത് എല്ലാ വികസിത രാജ്യങ്ങളിലും മുതലാളിത്ത രാജ്യങ്ങളിലും ഈ പ്രശ്നമുണ്ട്. പണക്കാരൻ അമിത ഉപഭോഗം നടത്തുന്നു, പാവപ്പെട്ടവനത് കയ്യും കെട്ടി നോക്കി നിൽക്കുന്നു. ഈ അന്തരം, പണക്കാരനും പാവപ്പെട്ടവനും തമ്മിലുള്ള അന്തരം അദ്ദേഹത്തെ ആശങ്കാകുലനാക്കിയിട്ടുണ്ട്. ഇത് ഇന്നത്തെ അമേരിക്ക നേരിടുന്ന പ്രശ്നവും അമിത ഉപഭോഗം തന്നെയാണ്. മൂന്നാമത്തത് ബിസിനസ്സും ജോലിക്കാരും. ഇവിടെ പാപ്പ അല്പം തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. ബിസിനസ്സുകാർക്കെതിരാണോ എന്നുള്ള ഒരു സംശയം. യഥാർത്ഥത്തിൽ അദ്ദേഹം തന്നെ ഇത് പറയുന്നുണ്ട്, ബിസിനസ് ആഭിജാത്യമുള്ള തൊഴിലാണെന്ന്. എന്നാൽ തൊഴിലാളികളെ ചൂഷണം ചെയ്യരുത്. അത്തരമൊരു ചൂഷണ വ്യവസ്ഥയ്ക്കാണ് അദ്ദേഹം എതിര്. അത് പാടില്ല. ഇത് മുതലാളിത്തത്തിൻ്റെ ചില കുഴപ്പങ്ങളാണ്. ഈ മുതലാളിത്തത്തിൻ്റെ ആധുനിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. പ്രധാനമായിട്ടും ജീസസ് പഠിപ്പിച്ച ക്രിസ്ത്യാനിയുടെ ആശയങ്ങൾ മുതലാളിത്തത്തിന് എതിരാണ്. എന്താണ് മുതലാളിത്തത്തിൻ്റെ പ്രധാനപ്പെട്ട ആശയം? സ്വാർത്ഥത, സ്വത്ത് സമ്പാദനം, വ്യക്തിവാദം തുടങ്ങിയവയാണ്. ഇത് ക്രിസ്ത്യാനിറ്റിയുമായി ഒത്തുപോകുന്നതല്ല. അതുകൊണ്ടാണ് തൻ്റെ ഒരു ചാക്രിക ലേഖനത്തിൽ 2015 ഇങ്ങനെ പറയുന്നത്: വികസനമെന്നാൽ കമ്പോളത്തിൻ്റെ വളർച്ചയല്ല, പണത്തിൻ്റെ കുന്നുകൂടലല്ല, സുഖഭോഗങ്ങളുടെ പിടിച്ചാൽ കിട്ടാത്ത വർധനയല്ല. അപ്പം മുതലാളിത്തത്തിൻ്റെ കുഴപ്പങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് യുവാക്കളെ പ്രചോദിപ്പിക്കുകയും അങ്ങനെ ഇക്കോണമി ഓഫ് ഫ്രാൻസിസ്കോ മൂവ്മെൻറ്റ് സ്ഥാപിക്കുകയും ചെയ്തു. യുവാക്കളാണ് അതിൻ്റെ മുന്നിൽ. യുവാക്കൾ തലപ്പത്തിരുന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ്. എന്നാൽ ഇതിലെല്ലാം ഉപരി അദ്ദേഹത്തിൻ്റെ മറ്റൊരു സംഭാവനയെന്ന് പറയുന്നത് യാത്രയുടെ സമ്പദ് വ്യവസ്ഥയാണ്. ഈ യാത്രയുടെ സമ്പദ് വ്യവസ്ഥയെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആത്മീയ തലത്തിലുള്ള ഒരു യാത്രയും എന്നാൽ മറ്റ് ഭൗതിക യാത്രയും എല്ലാം കൂടി ചേർന്നതാണ്. അതിനകത്ത് ജീസസിൻ്റെ അനുയായികളുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഈ ആശയം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ചില പ്രമാണങ്ങളെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് വിശ്വാസം, ദുർബലത, പരാശ്രയത്വം, ഇവയിൽ ഊന്നിയിട്ടാണ് ഈ ആശയം വികസിപ്പിച്ചത്. അതുകൊണ്ട് ഈ വിശ്വാസം നിലനിർത്താൻ, ദുർബലത ഒഴിവാക്കാൻ, നമ്മൾ കുറച്ചുകൂടി കരുത്തുള്ളതാക്കാൻ എന്തൊക്കെ ചെയ്യണം? തീർത്ഥാടനം, ക്ഷമ, കരുതൽ, ഇവയൊക്കെയാണ് ഇതിൻ്റെ മാർഗങ്ങൾ. മറ്റൊരു തരത്തിലും യാത്രയുടെ സ്വഭാവത്തെ വിശദീകരിക്കുന്നുണ്ട്. ഭൗതിക വസ്തുക്കളോടുള്ള താൽപ്പര്യങ്ങളിൽ നിന്ന് അർത്ഥവത്തായ ബന്ധങ്ങളിലേക്കും, സമ്പത്ത് ആർജിക്കുന്നതിൽ നിന്ന് സമത്വപൂർണമായ വിതരണത്തിലേക്കും, അമൂർത്തീകരണത്തിൽ നിന്ന് മൂർത്തമായ യാഥാർത്ഥ്യത്തിലേക്കും പോകണമെന്നുള്ളതാണ് അദ്ദേഹം നിർദ്ദേശിക്കുന്ന യാത്രയുടെ സ്വഭാവം. ഇത് വളരെ ക്ലേശകരമായൊരു കാര്യമാണ്. ഈ യാത്രയിൽ ഈ ആത്മീയതയുടെ എലമെൻറ്റ് ഇന്നത്തെ സന്തോഷ സൂചികയിൽ, അതായത് ഹാപ്പിനെസ് ഇൻഡെക്സിൽ പലരും കണക്കാക്കുന്നുണ്ട്. അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ ഈ യാത്രയുടെ സമ്പദ് വ്യവസ്ഥ ഗൗരവമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്ന് തന്നെയാണെന്ന് കാണാം.
ഇത് പോപ്പിൻ്റെ കൃത്യമായ സംഭാവനയാണ്. യഥാർത്ഥത്തിൽ രണ്ട് തരത്തിലുള്ള സമീപനം നമുക്കിവിടെ കാണാം. ഒന്ന്, ഈ പ്രശ്നങ്ങളെ മനസ്സിലാക്കുന്നതിനുള്ള ഒരു സമഗ്ര സമീപനം. രണ്ടാമത്തത് പാസ്റ്ററൽ സമീപനം. ഈ കൂടുതൽ പോപ്പുമാരും സമഗ്ര സമീപനത്തിൻ്റെ ആളുകളായിരുന്നു, വക്താക്കളായിരുന്നു. അതായത് ഒരു പ്രശ്നത്തെ സമഗ്രമായ സമീപനത്തിലൂടെ സമീപിച്ചു പരിവേദിക്കുക. ഒരു പരിഹാര നിർദ്ദേശമാണ് അതിനകത്ത് വരുന്നത്. അതായത് നിലവിലുള്ള പ്രശ്നങ്ങളൊക്കെ അതുപോലെ പോകട്ടെ, അതിനെ പരിഹരിക്കാൻ ശ്രമിച്ചാൽ മതി, വ്യവസ്ഥിതിക്കല്ല കുഴപ്പം എന്നുള്ളതാണ്. എന്നാൽ പോപ്പിൻ്റേത് ഒരു പാസ്റ്ററൽ സമീപനമാണ്. ക്രിസ്ത്യാനിറ്റിയുടെ ചട്ടക്കൂട്ടിൽ നിന്നിട്ട് വ്യവസ്ഥിതിയുടെ മാറ്റത്തിന് വേണമെങ്കിൽ ഒരു ഏകോപന സമീപനവും ആകാമെന്നുള്ള ഒരു വാദമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് സാമ്പത്തിക ശാസ്ത്രത്തിന് ഒറ്റയ്ക്ക് ഇതൊന്നും പരിഹരിക്കാൻ പറ്റില്ല. സാമ്പത്തിക ശാസ്ത്രത്തോടൊപ്പം മറ്റു വിജ്ഞാന ശാഖകളും കൂടെ ചേർന്ന് വേണം ഇത് പരിഹരിക്കേണ്ടത്. അപ്പോൾ കൃത്യമായ ക്രിസ്ത്യാനിറ്റിയുടെ ചട്ടക്കൂടിൽ നിന്ന് മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യമാണിത്. ഈ സമീപനമാണ് അദ്ദേഹത്തിൻ്റേത്. അതേസമയം അദ്ദേഹം കുറേ പൊരുത്തക്കേടും മറ്റുമൊക്കെ സമൂഹത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വലുതും ചെറുതും തമ്മിലുള്ള പൊരുത്തക്കേട്, കൃപയും അതേസമയം തന്നെ സ്വാതന്ത്ര്യവും തമ്മിലുള്ള പൊരുത്തക്കേട്, നീതിയും സ്നേഹവും തമ്മിലുള്ള പൊരുത്തക്കേട്, ഇവയൊക്കെ എതിർദിശയിലാണ് സഞ്ചരിക്കുന്നത്. ഇവിടെയൊക്കെ ഒരു പൊതുയിടം കണ്ടുപിടിക്കുക വളരെ ക്ലേശകരമായ വെല്ലുവിളിയാണ്. സാധാരണ രീതിയിൽ ആളുകൾ ഒന്നിനോട് ചേർന്ന് നിന്നിട്ട് വളരെ എളുപ്പം പ്രശ്നം പരിഹരിക്കുകയാണ് ചെയ്യുന്നത്. അതല്ല, ഇതിനൊരു പൊതുയിടം ഉണ്ടാകണം, സമരസപ്പെടണം. അതായത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു വികസനത്തിലേക്ക് പോകണം. അങ്ങനെ വലുതിനെ മാത്രം നമ്മൾ സ്വീകരിച്ചാൽ പോരാ, അതിനോടൊപ്പം തന്നെ നമ്മൾ ചെറുത് വലുതാക്കുന്നതിന് ശ്രമിക്കണം. അതിനെന്താണ് ആവശ്യം? മാറ്റം. ലോക സമ്പദ് വ്യവസ്ഥ ഒരു മാറ്റത്തിന് വിധേയമാകേണ്ടതുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ വ്യക്തിയാണ് പാപ്പ. മാറ്റത്തിൻ്റെ പ്രേരണാ ഘടകമെന്ന് പറയുന്നത് സ്നേഹമെന്നാണ് അദ്ദേഹം പറയുന്നത്, അഥവാ പഠിപ്പിക്കുന്നത്. പാവപ്പെട്ടവരെ, തൊഴിലാളികളെ, കഷ്ടപ്പെടുന്ന ഏവരെയും സ്നേഹിക്കുക, അങ്ങനെ സമ്പദ് വ്യവസ്ഥയെ സ്നേഹിക്കുക. അതാണ് പാപ്പയുടെ പ്രമാണം. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ഒരു ആത്മീയ തലത്തിൽ കൂടെ നിന്ന് പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അങ്ങനെയുള്ള ആശയങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നതെന്നുള്ളതിൽ സംശയമില്ല. അങ്ങനെ ഒരു പാസ്റ്ററൽ സമീപനത്തിൻ്റെയും അതേസമയം ഒരു കെയർ എക്കോണമിയെക്കുറിച്ചും പറയുന്നുണ്ട്. പരിപാലിക്കുന്ന എക്കോണമി, ഇതെല്ലാം നാളെ ചർച്ച ചെയ്യപ്പെടുമെന്നുള്ളതിൽ സംശയമില്ല.